നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. എമിറേറ്റ്സിലെ സ്കൂൾ ബസ്സിനകത്തും പുറത്തുമായി പരസ്യങ്ങളും പ്രമോഷൻ ക്യാമ്പയിനുകളും പ്രദർശിപ്പിക്കാമെന്ന് ദുബായ് RTA അറിയിച്ചു. സ്കൂൾ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാർക്ക് അധിക വരുമാനം നൽകാനാണ് സംരംഭം ലക്ഷ്യമിടുന്നത്. കുട്ടികളുടെ അവകാശങ്ങളും സംരക്ഷണവും ഉറപ്പാക്കുന്ന ഉൽപ്പന്നങ്ങളും പ്രമോഷൻ ക്യാമ്പയിനുകളും മാത്രമേ ഉൾപ്പെടുത്താൻ പാടുള്ളൂവെന്ന കർശന നിബന്ധനയുണ്ട്. പരസ്യത്തിന് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ അംഗീകാരവും RTAയുടെ പെർമിറ്റും ഉണ്ടായിരിക്കണം. പരസ്യ സ്ക്രീനുകൾ ഡ്രൈവറുടെ പിന്നിലായി മാത്രം സ്ഥാപിക്കണം. എമർജൻസി എക്സിറ്റുകളിലും ഡോറുകളിലും പരസ്യങ്ങൾ പതിക്കരുത്. കൂടാതെ ഇവ സ്കൂൾ ബസ് ബോർഡുകൾ മറയ്ക്കാനോ ഡ്രൈവറുടെ കാഴ്ചയെ തടസ്സപ്പെടുത്താനോ പാടില്ലെന്നും അധികൃതർ അറിയിച്ചു. എമിറേറ്റ്സിലെ വാണിജ്യ വാഹനങ്ങളുടെ കാലദൈർഘ്യം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ദുബായ് RTA പുതിയ സേവനം ആരംഭിച്ചു. കാർ റെന്റൽ വ്യവസായത്തിലുള്ള സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ സേവനം ലഭ്യമാക്കുകയെന്ന് അധികൃതർ അറിയിച്ചു. സാങ്കേതിക പരിശോധനകൾ പൂർത്തിയാക്കി വാഹനത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുക. ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ആവശ്യമായ വിവരങ്ങൾ നൽകിയതിനു ശേഷം ലൈഫ് എക്സ്റ്റൻഷൻ ടെസ്റ്റിനായുള്ള സേവന കേന്ദ്രവും തീയതിയും സമയവും സ്ഥാപനങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പരിശോധനയിൽ വാഹനങ്ങൾക്ക് പോരായ്മകൾ കണ്ടെത്തിയാൽ അവ പരിഹരിക്കണം. പരമാവധി 3 തവണ പരിശോധനയ്ക്ക് അപേക്ഷിക്കാം. സൗദിയിൽ നിരവധി സേവനങ്ങൾ ഉൾപ്പെടുത്തി അബ്ഷീർ പ്ലാറ്റ്ഫോം പരിഷ്കരിച്ചു. പൊതുസുരക്ഷയുടെ ഭാഗമായി പുതിയ 10 സേവനങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയം അബ്ഷീറിൽ പരിഷ്കരിച്ചത്. വ്യക്തിഗത ലേല സേവനം, ഗതാഗത നമ്പർ പ്ലേറ്റ് സേവനം, ബാങ്ക് കാർഡുകളിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള സേവനം, ട്രാഫിക് ലംഘനങ്ങൾ അടയ്ക്കുന്നതിനുള്ള സമയപരിധി നീട്ടുന്നതിനുള്ള സേവനം, കസ്റ്റംസ് കാർഡ് സേവനം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഒരു കമ്പനിയിൽ നിന്ന് വ്യക്തിയിലേക്ക് വാഹന ഉടമസ്ഥാവകാശം കൈമാറുന്ന സേവനം തുടങ്ങിയവയാണ് പുതുതായി ഉൾപ്പെടുത്തിയ സേവനങ്ങൾ. കുവൈത്തിൽ ബലിപ്പെരുന്നാളിന് 9 ദിവസം നീണ്ടു നിൽക്കുന്ന അവധി ലഭിക്കാൻ സാധ്യതയെന്ന റിപ്പോർട്ട്. ഈ വർഷം അറഫ ദിനം ജൂൺ 16 ആണെങ്കിൽ 9 ദിവസത്തെ അവധിയാണ് ലഭിക്കുകയെന്ന് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു. വാരാന്ത്യ അവധിക്ക് ശേഷം ജൂൺ 23 പ്രവൃത്തി ദിനമായിരിക്കും. എന്നാൽ അറഫ ദിനം ജൂൺ 15 ആണെങ്കിൽ ജൂൺ 16, 17, 18 തീയതികളിലായിരിക്കും പെരുന്നാൾ അവധി ലഭിക്കുക. അവധിക്ക് ശേഷം ജൂൺ 19 പ്രവൃത്തി ദിനമായിരിക്കും. അങ്ങനെയാണെങ്കിൽ 4 ദിവസത്തെ പെരുന്നാൾ അവധിയായിരിക്കും ലഭിക്കുക. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.